വിജയകുമാർ ചേട്ടാ. നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് 5 സ്റ്റാർ വാങ്ങിപ്പോയ ചേട്ടനല്ലേ? അതെ. ആൾക്കാർ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. എന്റെ അഭേദ്യമായ നന്ദി കോമഡി മാസ്റ്റേഴ്സിനോടും അമൃത ചാനലിനോടും. അയ്യോ, അപ്പൊ ഇന്ന് എങ്ങനെയാണ് പരിപാടി? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ ഇപ്പൊ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നല്ല തകൃതിയായിട്ട് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനി 2024 ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ലോക്സഭ ഇലക്ഷൻ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് 50 വയസ്സ് തികഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടാണ്. മാത്രമല്ല ഇത് സംസ്ഥാന ടീമും കേന്ദ്ര ടീമും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്തേക്കാണ്. അതെ. അപ്പൊ അവര് ചില ക്രിക്കറ്റ് താരങ്ങളെ വാതുവെപ്പിലൂടെ പിടിച്ചെടുത്തുള്ള ഒരു കളിയാണ്. അപ്പോൾ ഇതും നമ്മൾ ആദ്യമായിട്ട് ഇതിൽ കൊണ്ടുവരുന്നത് വ്യക്തി വിവരണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് സോബിൻ ഷാഹിർ. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഒറ്റയടിക്ക് പിന്നെ പോയിന്റ് എടുത്തെടുത്ത് അങ്ങ് പോവാണ്. അതെ. സംഭവം പിടിയിട്ടില്ല മാസ്റ്റേഴ്സേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്കത് കേട്ടു നോക്കാം. തുടങ്ങിക്കോ. അപ്പൊ പ്രിയപ്പെട്ടവര്, ഇവിടെ നല്ലൊരു അടിപൊളി കളി നടക്കാൻ പോവുകയാണ്. ഒരു സംശയമില്ല കേട്ടാ. ഇവിടെ സംസ്ഥാന ടീമും അതുപോലെ കേന്ദ്ര ടീമും തമ്മിലുള്ള കളിയാണ്. പക്ഷേ ഈ ടീമിൻ്റെ ക്യാപ്റ്റന്മാരും അതുപോലെ തന്നെ കമൻട്രിമാരും അതുപോലെ നമ്മുടെ ഇതിൻ്റെ കോച്ചുമാരൊക്കെ തൊട്ടപ്പുറത്ത് പത്രസമ്മേളനത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു പണിയുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പൊളിറ്റീഷ്യൻസ് അവർ കുറച്ച് പാട്ട് പാടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. ആദ്യത്തെ പാട്ട് പാടുന്ന ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. ഒന്ന് കേട്ടു നോക്ക്. हमको सिर्फ तुमसे प्यार है, हमको सिर्फ तुमसे प्यार है, पहले ये न दिल कहा मदी എന്ത് വേണമെങ്കിലും ആവാം. पहले ये न दिल कहा मदी ഏത് വരി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. हमको सिर्फ तुमसे प्यार है, तुमसे सिर्फ तुमसे प्यार है. ഇഷ്ടമുള്ള വരി തിരഞ്ഞെടുക്കും, ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? അടുത്ത പാട്ട് പാടുന്നാരാണെന്ന് അറിയണ്ടേ? നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വന്ന് പാട്ട് പാടിയ എങ്ങനെയിരിക്കും നോക്കാം. ഇനിയാണ് അവിടെ നമുക്ക് പത്രസമ്മേളനം എന്താണ് കേൾക്കാം. അവിടെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അല്ല, എനിക്ക് സച്ചിൻ മിടുക്കന, എന്നിട്ട് അദ്ദേഹത്തെ ആരും ടീമിലെടുത്തുമില്ല, എടുക്കുന്നതിനായിട്ട് ശ്രമിച്ചതുമില്ല. എനിക്കറിയണം, ഞങ്ങള് ടെണ്ടുൽക്കറിനെ പിടിച്ചിടാൻ വേണ്ടി ശ്രമിച്ചതാണ്. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. അല്ല, അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ഈ മുത്തയ്യ മുരളീധരത്ത് പറയുന്ന ഒരു 1-ാം തരം ഒരു കളിക്കാരുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ ടീമിലെടുത്തില്ല? എനിക്കറിയണം. താങ്കളുടെ ചോദ്യം നല്ല ചോദ്യമാണ്. കേന്ദ്രത്തില് മുരളീധരൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ഇങ്ങ് സംസ്ഥാനത്തും മറ്റൊരു മുരളീധരനെ കാണാം. പിന്നീട് എന്തിനാണ് 3-ാമതൊരു മുരളീധരൻ എന്ന് കരുതി അദ്ദേഹത്തെ ടീമിലെടുത്തില്ല. അതാണ് സംഭവിച്ചത്. അല്ല, അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സച്ചിൻ എന്ന് പറയുന്നത് വളരെ മിടുക്കനാണ്. അപ്പോൾ ഈ ടെണ്ടുൽക്കറെ പിടിച്ചു കെട്ടാൻ നമുക്കൊരു റോളക്സിന് ആവശ്യമുണ്ട്. ഈ നമ്മുടെ ടീമിൽ കൊണ്ടുവരാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന ആ റോളക്സ് ആരാണെന്ന് ഒന്ന് പറയാമോ? താങ്കളോട് ഞങ്ങൾക്ക് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാമല്ലോ. കൊച്ചിയിൽ വെച്ച് കിടക്കുന്ന കളിയായതുകൊണ്ട് കൊച്ചിയിൽ നിന്നുള്ള ഒരു പ്രശസ്തനായ സിനിമ താരം, അദ്ദേഹത്തിൻ്റെ പേര് അനുസ്മരിപ്പിക്കുന്ന വിധം സനത്ത് ജയസൂര്യ, അദ്ദേഹത്തിനെയാണ് നമ്മൾ ടീമിലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മൈക്ക് കേന്ദ്രത്തിൻ്റെ ക്യാപ്റ്റന് കൈമാറുകയാണ്. അത് വേണം, വേണ്ടേ? ഉറപ്പായും വേണം. ഈ പറഞ്ഞിരിക്കുന്ന മൈക്ക് കുഴപ്പം പിടിച്ചതാണെങ്കിൽ കൈമാറണം. ജനകോടികളുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലുള്ള ഉറച്ച പട്ടാളത്തെ കൊണ്ട് കളിപ്പിച്ചാൽ യവന്മാരുടെ അടിവേര് പോലും ഇളക്കാൻ പറ്റും. ഇളക്കണ്ടേ? ഇളക്കണം. അല്ലെങ്കിൽ ഗോവിന്ദ, ഞങ്ങള് ഗോവിന്ദ എങ്ങനെയിരിക്കണം? ഗോവിന്ദ 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങളീ അല്ലേ? പക്ഷേ എനിക്കൊരു ഹിന്ദു നാമം മാത്രമല്ല, ഒരു ദൈവത്തിന്റെ പേര് കൂടിയാണ് എൻ്റെത്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ആരാലും ഭരിക്കപ്പെടുകയല്ല, എല്ലാവർക്കും സേവനം കൊടുക്കുകയാണ് ഈ കളുടെ ലക്ഷ്യം. ആർക്കും ജയിക്കാം, ആർക്കും തോക്കാം. തലേ കയറിയില്ല, അതാണ് കയ്യിരിക്കത്ത്. മനസ്സിലായില്ലേ?
എത്ര പേരെന്റെ കർത്താവ് ഇവിടെ വന്നു പോയത്. ആദ്യമൊക്കെ ഇരുന്ന് എണ്ണാൻ പറ്റുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങ് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു നിമിഷം കൊണ്ട് എത്ര ആൾക്കാരല്ല വന്നു പോയത്. യെസ് നാദിക. നന്നായിരുന്നു ഇപ്പൊ ചെയ്ത സംഭവങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്ത വേദികളിൽ ഇപ്പോൾ പിഷാരടി ആണെങ്കിലും പണ്ട് ഞാൻ അറിയാം അബി, വൺ മാൻ ഷോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, കോട്ടയം നസീർ, ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശയദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഒരു കലാകാരന് വളരാൻ പറ്റില്ല. പക്ഷെ അതില്ലാത്തടത്തോളം കാലം നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വരാനായിട്ട് ആർട്ടിസ്റ്റുകൾ തയ്യാറാകണം. ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ 5 സ്റ്റാർ കിട്ടി പോയി ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട് അതിന് മേളിലേക്ക് ഇവിടെ സ്റ്റാർ റേറ്റിംഗ് ഇല്ല, വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഇവിടെ വരാനായിട്ടുള്ളൊരു ആ ചങ്കൂറ്റത്തിനാണ് ആദ്യത്തെ. താങ്ക് യു സാർ. വലിയ കാര്യം. താങ്ക് യു. അല്ലേ? യെസ് വിഷു ചേട്ടാ. നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. എല്ലാം രസമായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. അതെ, അതിന് അംഗീകരിച്ചേ പറ്റുള്ളൂ. താങ്ക് യു. അപ്പോൾ പിന്നെ ശബ്ദങ്ങളും എല്ലാം രസമായിരുന്നു കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ പക്രു ചേട്ടാ. വിജയകുമാർ പക്രിയടാ. വീണ്ടും വിജയ ശ്രീ ലാളിതനായിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. പൊളിച്ചടുക്കി കളഞ്ഞു കേട്ടോ. താങ്ക് യു സാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെയൊക്കെ ഒരു കരാക്കെ മ്യൂസിക്കിനകത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു അപാര ചങ്കൂറ്റ തന്നെ വേണം. എല്ലാം നന്നായിരുന്നു, ഗംഭീരമായിട്ട് വന്നു, ഒന്നും പറയാനില്ല. ഇപ്പം ഇക്ക പറഞ്ഞതുപോലെ നമ്മുടെ ഒരു എന്താ പറയുക ആഗ്രഹമാണ് വീണ്ടും 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 നമുക്ക് ചെയ്യണം, കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങൾ നേടണം എന്നുള്ള ഒരു ആത്മാർത്ഥമായൊരു ശ്രമമാണ്. കൂടുതൽ വേദികൾ കിട്ടട്ടെ, കൂടുതൽ പരിപാടികൾ കിട്ടട്ടെ, അതാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇനിയും നിങ്ങളുടെ അടുത്ത പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ കഴിഞ്ഞ തവണ വന്നു പോയി 5 സ്റ്റാർ നേടി. അതെ, താങ്ക് യു. ഇനി അതിനപ്പുറം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ വീണ്ടും വരിക, അതേ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? യെസ്. അപ്പൊ എന്തായാലും വീണ്ടും വരിക, ഇതുപോലെ തന്നെ വീണ്ടും നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാം. ഇവിടെ വെച്ച് നിർത്തരുത്. ഓക്കെ. തന്നെ എൻ്റെ വളവനാട് നിവാസികൾക്കും ഞാനിപ്പോൾ താമസിക്കുന്ന വരകാടി നിവാസികൾക്കും ഒരു ഹൈ പറയണം. യെസ്, എല്ലാവരും ചെയ്യും. ഹായ്. താങ്ക് യു. കാരണം ഈ വേദിയിൽ വരാൻ കിട്ടിയതിലും ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് പറയുന്നു. സന്തോഷം ചേട്ടാ. എല്ലാവരോടും സന്തോഷം. യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു. വീണ്ടും കാണാം. അപ്പൊ വരാൻ വേണ്ടിയുള്ള ഒരു സമ്മാനം ഞങ്ങൾ തന്നു വിടാം. താങ്ക് യു. വെയിറ്റ് ചെയ്തോ. വിഷു ചേട്ടാ ഒന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണേ. അപ്പോൾ 5 സ്റ്റാർ ഓൾറെഡി വീട്ടിലുള്ളത് കൊണ്ട് അടുത്ത തവണ വരാൻ വേണ്ടി ഒരു അടിപൊളി ഷർട്ട് നമ്മൾ തരാണ്. ലണ്ടൻ ക്ലാസിക്കിന്റെ കിട്ടിക്കാച്ച ഷർട്ട്.